ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര വ്യാപാര ബന്ധങ്ങളുടെ പുതിയ പ്രതീകമായി മാറിയിരിക്കുകയാണ് ഹൈദരാബാദിലെ നാനാഗ്രാങ്കുഡ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലുള്ള ഈ പുതിയ പാത. തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർക്കും ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോറും ചേർന്നാണ് ഡൊണാൾഡ് ട്രംപ് അവന്യൂ എന്ന ഫലകം ഈ ആഴ്ച ആദ്യം നാടിന് സമർപ്പിച്ചത്. ഈ ചടങ്ങിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ട്രംപ് തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ ഇന്ത്യയോടുള്ള നന്ദിയും ആദരവും രേഖപ്പെടുത്തിയത്. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ പ്രമുഖ US സാങ്കേതികവിദ്യാ കമ്പനികളുടെ ഓഫീസുകൾക്ക് തൊട്ടടുത്താണ് ഈ പാത സ്ഥിതി ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ്. US കോൺസുലേറ്റിൽ നടന്ന ഫ്രീഡം 250 ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഈ ചരിത്രപരമായ പ്രഖ്യാപനം. IT ഹബായ ഹൈടെക് സിറ്റി മുതൽ എയ്റോസ്പേസ്, ഡിഫൻസ് മേഖലകളിൽ വരെ ഹൈദരാബാദിനുള്ള വളർച്ചയും US-മായുള്ള പങ്കാളിത്തവും അടയാളപ്പെടുത്തുന്നതിനാണ് ഈ റോഡിന് ട്രംപിന്റെ പേര് നൽകിയതെന്ന് തെലങ്കാന ഭരണകൂടം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക, വിദ്യാഭ്യാസ, സാംസ്കാരിക സഹകരണത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുവാൻ ഈ നീക്കം സഹായിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത നയതന്ത്രജ്ഞരും വ്യവസായ പ്രമുഖരും അഭിപ്രായപ്പെട്ടു. മുൻപ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വിഭാവനം ചെയ്ത ആഗോള നഗര വികസന പദ്ധതികളുടെ ഭാഗമായാണ് ഈ പുനർനാമകരണം നടപ്പിലാക്കിയത്. അതേസമയം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന തെലങ്കാന സർക്കാരിന്റെ ഈ നടപടി രാജ്യത്ത് പുതിയ രാഷ്ട്രീയ പോരുകൾക്കും വഴി തുറന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ വിമർശിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ട്രംപിന് ഇത്ര വലിയ ആദരവ് നൽകുന്നതെന്ന് BJP ചോദിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഈ തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ആഗോളതലത്തിൽ ഹൈദരാബാദിന് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനും ഇന്ത്യ-US തന്ത്രപ്രധാനമായ ബന്ധം കൂടുതൽ ദൃഢമാക്കുവാനുമുള്ള പ്രാദേശിക വിദേശ നയത്തിന്റെ ഭാഗമായാണ് ഇതിനെ കാണേണ്ടതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.